100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവോണപ്പുലരിയെ വരവേൽക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഉത്രാട ദിനത്തിൽ വിപണികളിൽ കണ്ടത് വൻ തിരക്ക്. ഓണാശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രേക്ഷകർക്ക് കാഴ്ചയുടെ സദ്യയൊരുക്കി 24. തിരുവോണ വിശേഷങ്ങളുമായി നാളെ രാവിലെ 6 മണി മുതൽ തത്സമയ സംപ്രേഷണം. കേരളത്തിന് റെയിൽവേയുടെ ഓണസമ്മാനം. തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന് ഈ മാസം 9 മുതൽ അധിക കോച്ചുകൾ. പുതുതായി അനുവദിച്ചത് 4 ചെയർകാറുകൾ. കോച്ചുകളുടെ എണ്ണം 20 ഉയർന്നു. തീരുമാനം റെയിൽവേ ബോർഡ് യോഗത്തിൽ. മൂന്നാം മുറയിലെ പരാതി ഒത്തുതീർപ്പാക്കാൻ പോലീസുകാർ വൻതുക വാഗ്ദാനം ചെയ്തെന്ന് ക്രൂരമർദ്ദനത്തിനിരയായ സുജിത് VS. കുറ്റക്കാരെ സേനയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതിനും കേസെടുക്കണമെന്ന് KPCC അധ്യക്ഷൻ. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ അതിക്രൂരമർദ്ദനത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരുടെ വീട്ടിലേക്കും മണ്ണുത്തി സ്റ്റേഷനിലേക്കും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം അങ്കമാലിയിലും പോലീസിനെതിരെ പരാതി. അങ്കമാലിയിലെ ഓട്ടോ ഡ്രൈവറായ സിബീഷിനെ പോലീസ് മർദ്ദിച്ചുവെന്ന് പരാതി. ഓട്ടോ സ്റ്റാൻഡിലുണ്ടായ തർക്കത്തിന്റെ വിവരങ്ങൾ ചോദിക്കാനെന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. SI നിലത്തിട്ട് ചവിട്ടുകയും ഓഫീസ് റൂമിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തതായി സിബീഷ്. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗിക പരാതികളിലെ ക്രൈംബ്രാഞ്ച് FIR പുറത്ത്. പരാതിക്കാരായ 5 പേരും മൂന്നാം കക്ഷികൾ. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും പരാമർശം. രാഹുലിനെതിരായ നടപടിയുടെ പേരിൽ തനിക്ക് നേരെ സൈബർ ആക്രമണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് പുതുനഗരത്തിലെ വീടിനുള്ളിൽ പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമെന്ന് പോലീസ്. 2 പേർക്ക് പരുക്കേറ്റത് തൊട്ടടുത്ത വീട്ടിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർക്ക്. വീട്ടുകാർക്ക് SDPI ബന്ധമെന്ന് BJP. ആരോപണ വിധേയരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് SDPI. പാലക്കാട് കല്ലേക്കാട് വീടിനുള്ളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ 3 പേർ റിമാൻഡിൽ. സ്ഫോടന തലേന്ന് പ്രതികൾ സ്കൂൾ പരിസരത്ത് ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തൽ. 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. മണിപ്പൂരിലെ സമാധാന ചർച്ചകൾ വിജയത്തിലേക്ക്. 1 വർഷത്തേക്ക് സമാധാന കരാർ നിലവിൽ വന്നു. തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കുക്കീസോ കൌൺസിൽ പ്രതിനിധി സംഘവും നടത്തിയ ചർച്ചയിൽ. ദേശീയപാത തുറക്കും. ചർച്ചയിൽ പുരോഗതിയുണ്ടായത്. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ. ആഗോള അയ്യപ്പ സംഗമത്തിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. ബദൽ സംഗമത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രസിഡന്റ് PS പ്രശാന്ത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഡിസംബറോടെ. തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോണും നടത്തിയ ചർച്ചയിൽ. GST പരിഷ്കരണം രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയെന്ന് പ്രധാനമന്ത്രി. GST പരിഷ്കരണത്തിൽ സംസ്ഥാനങ്ങളുടെ നിലപാട് കേന്ദ്രം തള്ളിയെന്ന് സംസ്ഥാന ധനമന്ത്രി. വരുമാന നഷ്ടം നികത്താൻ മാർഗങ്ങളില്ലെന്ന് KN ബാലഗോപാൽ. GST ഇളവിന്റെ ഗുണം എല്ലാവർക്കും ലഭിക്കണമെന്നും ധനമന്ത്രി. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷെർലി വാസു അന്തരിച്ചു. മരണം ഹൃദയാഘാതത്തെ തുടർന്ന് 68 വയസ്സിൽ. വിടവാങ്ങിയത് സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ. കോളിളക്കമുണ്ടാക്കിയ ഒട്ടേറെ കേസുകൾക്ക് തെളിവുണ്ടാക്കിയ വിദഗ്ധ. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം ശ്രദ്ധേയം. അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തമിഴ്നാട് പര്യടനത്തിന് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ്. ഈ മാസം 13-ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തുടക്കം. ആദ്യഘട്ട പര്യടനം 10 ജില്ലകളിൽ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്ര സർക്കാർ റാങ്കിങ്ങിൽ നേട്ടം കൊയ്ത് കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും. കേരള യൂണിവേഴ്സിറ്റി 5ഉം കുസാറ്റ് 6ഉം സ്ഥാനത്ത്. കോളേജ് വിഭാഗത്തിൽ ആദ്യ 100-ൽ കേരളത്തിലെ 18 സ്ഥാപനങ്ങൾ. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണന്റെ തൊടുപുഴയിലെ വീട്ടിലേക്ക് തട്ടിപ്പിന് ഇരയായവരുടെ പ്രതിഷേധം. ഉത്രാട ദിനത്തിൽ നടുറോഡിൽ പ്രതീകാത്മകമായി ഇലയിൽ കല്ല് വിളമ്പി. പ്രതിഷേധക്കാരും കുടുംബാംഗങ്ങളും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം കൂട്ടാൻ സംസ്ഥാന സർക്കാർ. വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി. നീക്കത്തിന് പിന്തുണയുമായി പ്രതിപക്ഷവും. കൊല്ലം ഓച്ചിറയിൽ ബസ്സും ഥാർ ജീപ്പും കൂട്ടിയിടിച്ച് 3 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് തേവലക്കര സ്വദേശി പ്രിൻസും 2 മക്കളും. ഭാര്യയും 1 മകളും ചികിത്സയിൽ.
പത്തനംതിട്ട നഗരത്തിൽ തെരുവുനായയുടെ ആക്രമണം 11 പേർക്ക് കടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഒരു സ്ത്രീയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ജോർജിയോ അമ്മാനി അന്തരിച്ചു. അന്ത്യം 91 വയസ്സിൽ. 1975 സ്ഥാപിച്ച ജോർജിയോ അമ്മാനി SPA ബ്രാൻഡ് ലോക പ്രശസ്തം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ കുറ്റപത്രം തയ്യാറായി. കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറും അമ്മ ശ്രീതുവും പ്രതികൾ. കുട്ടിയെ കൊല്ലാൻ അമ്മ കൂട്ടുനിന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരന്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. തൃശൂരിൽ ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ എക്സൈസ് ഇൻസ്പെക്ടർ പിടിയിൽ. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറാണ് പിടിയിലായത്. വാഹനങ്ങളുടെ RC ബുക്ക് വാങ്ങി പലിശയ്ക്ക് പണം കൊടുക്കുന്നയാൾ മലപ്പുറം വണ്ടൂരിൽ പിടിയിൽ. പൂളമണ്ണ സ്വദേശി മൻസൂർ അലിയാണ് കസ്റ്റഡിയിലായത്. കാസർഗോഡ് അമ്പലത്തറയിൽ ആസിഡ് കുടിച്ച് കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ചികിത്സയിലായിരുന്ന 4ാമത്തെയാൾ മരിച്ചു. പറക്കളായി സ്വദേശി രാകേഷാണ് മരിച്ചത്. മലപ്പുറം നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പുലിയെ കണ്ട പോലീസുകാരൻ മുകളിലേക്ക് വെടിയുതിർത്തു. ഇതോടെ പുലി തിരിഞ്ഞോടി. സമീപത്ത് മുള്ളൻ പന്നിയെ പുലി കൊന്നുഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന VR കൃഷ്ണതേജയ്ക്ക് ഇരട്ട വോട്ടുണ്ടായിരുന്നുവെന്ന് VS സുനിൽകുമാർ. കൃഷ്ണതേജയ്ക്ക് തൃശൂരിലും ആന്ധ്രയിലെ ചിലിഗുരുപ്പേട്ടിലും വോട്ടുണ്ടായിരുന്നതായി VS സുനിൽകുമാർ. ഓണം പ്രമാണിച്ച് താമരശ്ശേരി ചുരത്തിൽ ടൂറിസ്റ്റുകൾക്ക് കർശന നിയന്ത്രണം. ചുരത്തിൽ മണ്ണിടിഞ്ഞ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കണ്ണൂർ പാൽ ചുരത്തിൽ മണ്ണിടിച്ചിൽ. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ചെകുത്താൻ തോടിന് സമീപത്താണ് മണ്ണും കല്ലും ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. സാഹിത്യകാരനും കോഴിക്കോട് ഫറൂഖ് ഹൈസ്കൂളിലെ മുൻ അധ്യാപകനുമായ കാസിം വടാനപ്പള്ളി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്. കോഴിക്കോട് മാവൂർ റോഡിൽ സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ചെറുപ്പ സ്വദേശി നബീസയാണ് മരിച്ചത്. ധർമ്മസ്ഥല കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ മനാഫിന് നോട്ടീസ്. കർണാടക പോലീസാണ് നോട്ടീസ് അയച്ചത്. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കണ്ണൂർ മാതമംഗലത്ത് ബൈക്ക് അപകടം. 2 പേർക്ക് ദാരുണാന്ത്യം, ഒരാൾക്ക് പരിക്ക്. മലപ്പുറം കക്കാടംപൊയിൽ വ്യാജമദ്യവേട്ട. 95 ലിറ്റർ വ്യാജമദ്യം എക്സൈസ് പിടിച്ചെടുത്തു. മൂന്നാറിൽ വാഹനങ്ങൾ തടഞ്ഞ ഒറ്റക്കൊമ്പൻ. മൂന്നാർ കൊരണ്ടിക്കാട് റോഡിലാണ് കാട്ടാന ഇറങ്ങിയത്. പാലക്കാട് ഷൊർണൂരിൽ പോലീസുകാരൻ മരിച്ച നിലയിൽ. ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനായ അർജുനനെയാണ് DYSP ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓണത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ലഹരി പരിശോധന കർശനമാക്കി പോലീസും എക്സൈസും. 2 ദിവസത്തിനിടെ ലഹരി വസ്തുക്കളുമായി 6 പേർ പിടിയിലായി. പാലക്കാട് അട്ടപ്പാടിയിൽ യുവാവിനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് ആനക്കൽ ഉന്നതിയിലെ മണികണ്ഠൻ. കൊലപാതകം മദ്യലഹരിയിൽ. കോഴിക്കോട് എലത്തൂർ കോരപ്പുഴ പാലത്തിൽ അപകടം. പിക്കപ്പ് വാനും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചു. പിക്കപ്പ് വാനിലെ 2 പേർക്ക് പരിക്കേറ്റു. നടൻ മധുവിന് ഓണക്കോടി സമ്മാനിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണർക്കൊപ്പം മധുവിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി. ചെറുവൈക്കൽ റെസിഡൻസ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് R സുരേന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് കൌൺസിലർ ബിന്ദു SRR, ശരത്ചന്ദ്രൻ നായർ, കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഡോക്ടർ R രാധാകൃഷ്ണൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പാലക്കാട് കേരളശ്ശേരി ഒടുവിലുണ്ണികൃഷ്ണൻ ഫൗണ്ടേഷൻ സ്മാരക വായനശാല നീന്തൽ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ അഭിഷേക് 1ാം സ്ഥാനവും അനൂപ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ആയുർവേദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓണം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സെക്രട്ടറി വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കൊല്ലം TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സീറ്റ് ഒഴിവ്. അഡ്മിഷൻ നടക്കുക ഈ മാസം 9-ന്. കൊല്ലത്ത് അഖിലേന്ത്യാ അവാർഡ് ടീച്ചേഴ്സ് ഫെഡറേഷൻ നൽകുന്ന ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി അടുത്ത മാസം 10. മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ സീറ്റ് ഒഴിവ്. കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ്, BCom വിഷയങ്ങളിലേക്ക്. പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കൌൺസിലർ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത സൈക്കോളജി, സോഷ്യൽ വർക്ക് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം.
ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ കായിക അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 8-ന്. പാലാ മീനച്ചിലിൽ താലൂക്ക് വികസന സമിതി യോഗം നടക്കും. യോഗം നടക്കുക ഈ മാസം 8-ാം തീയതി. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രോ പ്ലോട്ടർ, പ്ലാസ്റ്റിക് പ്രോസസിംഗ് ഓപ്പറേറ്റർ ട്രേഡുകളിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഒഴിവ്. അഭിമുഖം ഈ മാസം 11-ന്. തൃശൂർ മുള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 8-ന്. പാലക്കാട് കുഴൽമന്ദം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റിന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 9-ാം തീയതി. വോളണ്ടിയർ സംഘടനയായ നാഷണൽ യൂത്ത് കൌൺസിൽ കേരളം SSLC +2 വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി നാളെ. ദേശീയ വാർത്തകൾ. കസ്റ്റഡി മരണങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിലെ CCTVകൾ പ്രവർത്തനരഹിതമായ സംഭവങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിൽ 11 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. BJP ദേശീയ നേതൃത്വത്തിനോട് K അണ്ണാമലയ്ക്ക് അതൃപ്തി എന്ന സൂചന. അമിത്ഷാ വിളിച്ച തമിഴ്നാട് BJP നേതാക്കളുടെ യോഗത്തിൽ അണ്ണാമലൈ പങ്കെടുത്തില്ല. ബംഗാൾ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. BJP MLA-മാർ മാർഷലുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടി. ഝാർഖണ്ഡിൽ നിരോധിത സംഘടനയിലെ അംഗങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് ജീവൻ നഷ്ടമായി. പാലാമു ജില്ലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഝലം നദിയിലെ ബണ്ടിന്റെ വിള്ളലിനെ തുടർന്ന് ജമ്മുകശ്മീരിലെ 3 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. ഗ്രാമവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണത്തെ സ്വാഗതം ചെയ്ത് മുൻ കേന്ദ്ര ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ P ചിദംബരം. ഇരട്ട GST ഘടനയെ സ്വാഗതം ചെയ്യുന്നു, എന്നാൽ ഏറെ വൈകിപ്പോയെന്ന് ചിദംബരം. NDA ബീഹാറിൽ ആഹ്വാനം ചെയ്ത ബന്ദ് പൂർണ്ണം. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ കോൺഗ്രസ് പ്രവർത്തകൻ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ് നടത്തിയത്. ഡൽഹിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. യമുനാ നദിയിലെ ജലനിരപ്പ് ഉയർന്നു. രാജ്യാന്തര വാർത്തകൾ. പോർച്ചുഗലിൽ കേബിൾ ട്രെയിൻ അപകടത്തിൽ 15 പേർ മരിച്ചു, 18 പേർക്ക് പരിക്ക്. വെടിനിർത്തലിന് തയ്യാറെന്ന് ഹമാസ്. ഗസയുടെ നിയന്ത്രണത്തിനായി ഒരു സ്വതന്ത്ര ഭരണകൂടം രൂപീകരിക്കുന്നതിന് തയ്യാറാണെന്നും എല്ലാ ഇസ്രയേലി ബന്ദികളെയും മോചിപ്പിക്കുന്ന സമഗ്ര വെടിനിർത്തലിന് സമ്മതമാണെന്നും ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗസ സിറ്റി പിടിക്കാനുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ 75 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. പള്ളിയും ഗസ സിറ്റിയും വിട്ടുപോകില്ലെന്ന് ഗസയിലെ ക്രിസ്ത്യാനികൾ വ്യക്തമാക്കി. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി മോസ്കോയിൽ വന്നാൽ ചർച്ച നടത്താമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പുടിന്റെ നിർദ്ദേശം സെലൻസ്കി തള്ളി. നൈജീരിയയിൽ ബോട്ട് അപകടത്തിൽ 32 പേർ മരിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100ഓളം യാത്രക്കാരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത്. സുഡാനിലെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 100 കണക്കിന് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2200 കവിഞ്ഞു. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച തീരുവകൾ നിയമവിരുദ്ധമാണെന്ന ഫെഡറൽ കോടതി വിധിക്കെതിരെ അപ്പീൽ സുപ്രീം കോടതിയിൽ. യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ നിർണായക വശമാണ് തീരുവകളെന്ന് ന്യായീകരണം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ തകർത്ത റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം പാകിസ്ഥാൻ പുനർനിർമ്മിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത്. 2025 മെയ് 10-നാണ് നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചത്. ബലൂചിസ്ഥാനിൽ നടന്ന ചാവേർ ആക്രമണത്തിന്റെ പിന്നിൽ IS. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് IS. 100 ന്യൂസിലേക്ക് തിരികെ ബിസിനസ് ന്യൂസ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. 12 പൈസയാണ് ഇടിഞ്ഞത്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. പവന് 80 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. സ്പോർട്സ് ന്യൂസ്. യൂറോപ്യൻ മേഖലയിലെ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ വമ്പന്മാർ അല്പസമയത്തിനകം കളത്തിൽ. സ്പെയിൻ ബൾഗേറിയയും ജർമ്മനി സ്ലൊവാക്യയെയും നേരിടും. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീന കളത്തിലേക്ക്. എതിരാളികൾ വെനസ്വലെ. മത്സരം നാളെ രാവിലെ 5 മണിക്ക്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ആഴ്സണൽ സ്ക്വാഡിൽ ഇടം പിടിച്ച് 15-കാരൻ മാക്സ് ഡോമാൻ. പ്രീമിയർ ലീഗിലെ മികച്ച പ്രകടനം പുറത്ത് എടുത്തതാണ് തുണയായത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് കൊല്ലം സെയിലേഴ്സ് സെമിയിൽ. 138 റൺസ് വിജയലക്ഷ്യം. 17 ഓവറിൽ
മറികടന്നു. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം സമനിലയിൽ. ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാൻ കഴിഞ്ഞില്ല. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ചുവടുപിടിച്ച് വനിതാ ക്രിക്കറ്റ് ലീഗ് നടത്താനൊരുങ്ങി KCA. പ്രഖ്യാപനവും പ്രദർശന മത്സരവും ഈ ശനിയാഴ്ച തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ടീമിനെ പ്രഖ്യാപിച്ച് ആതിഥേയരായ UAE. മുഹമ്മദ് വസീം നായകരാകുന്ന 17-അംഗ ടീമിനെയാണ് UAE പ്രഖ്യാപിച്ചത്. കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. സിതാര കൃഷ്ണകുമാറും മകൾ സാബൻ ഋതുവും ഒന്നിക്കുന്ന ആ കാലം സംഗീത ആൽബം റിലീസ് ചെയ്തു. ശ്രീരഞ്ജനി കോടമ്പള്ളിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. തമിഴ് താരം കതിർ പ്രധാന കഥാപാത്രമായി എത്തിയ മീശ OTT റിലീസിനായി ഒരുങ്ങുന്നു. ചിത്രം ഈ മാസം 12-ന് OTTയിൽ റിലീസ് ചെയ്യും. വൈക്കത്തെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ മെയ്സൺ മുരളി എഴുതി ഈണമിട്ട ഈ നാടിൻ തുടിതാളം ആൽബം പ്രകാശനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷും വൈസ് ചെയർമാൻ PT സുഭാഷും ചേർന്നാണ് ആൽബം പ്രകാശനം ചെയ്തത്. ലോക സിനിമയെ അഭിനന്ദിച്ച് ബോളിവുഡ് താരം ആലിയ ഭട്ട്. തീർത്തും പുതുമയോടെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് ആലിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. OTTയിൽ റിലീസ് ചെയ്ത് സൈജു കുറിപ്പ് ചിത്രം ഫ്ലാസ്ക്. ചിത്രത്തിന്റെ സംവിധായകൻ രാഹുൽ റിജി നായരാണ്. OTT റിലീസിനൊരുങ്ങി കന്നഡ ചിത്രം സുഫ്രം സോ. ചിത്രം OTTയിൽ എത്തുക നാളെ. സിനിമയുടെ മലയാളം പതിപ്പ് കേരളത്തിൽ വലിയ ഹിറ്റായിരുന്നു. വിഷ്ണു മഞ്ജു നായകനായി എത്തിയ ബിഗ് ബജറ്റ് ചിത്രം കണ്ണപ്പ OTTയിൽ റിലീസ് ചെയ്തു. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ തുടങ്ങിയ വൻ താരനിര ചിത്രത്തിൽ അണിനിരുന്നു. കവിതയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ BRS പ്രവർത്തകർ തെലങ്കാന ഭവൻ തീയിട്ടു എന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്നു. എന്ന ചിത്രം 2021 തെലങ്കാന ഭവനിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തത്തിന്റേതാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. ഡൽഹിയിലെ വെള്ളക്കെട്ടിൽ BJP സർക്കാരിനെ കടന്നാക്രമിച്ച് ആം ആദ്മി പാർട്ടി. ഡബിൾ എഞ്ചിൻ സർക്കാർ എവിടെയെന്ന് ചോദ്യം. ഇരട്ട വോട്ട് ആരോപണത്തിൽ കോൺഗ്രസ് വക്താവ് പവൻ ഖേരിയുടെ ഭാര്യ K നീലിമയ്ക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹിക്ക് പുറമെ തെലങ്കാനയിലെ ഖൈരതാബാദിലും വോട്ടറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പരാതി. തമിഴ്നാട്ടിലെ റാണിപേട്ടിൽ വയോധികനെ മർദ്ദിച്ച് പോലീസുകാരൻ. തമിഴ്നാട് സർക്കാരിന്റെ പരാതി പരിഹാര ക്യാമ്പിനിടെയാണ് കയ്യേറ്റം. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ വളർത്തുനായയോട് ഉപമിച്ച കർണാടക BJP MLAക്കെതിരെ കേസെടുത്ത് പോലീസ്. BJP MLA BP ഹരീഷിനെതിരെയാണ് കേസെടുത്തത്. ഇപ്പോൾ കിട്ടിയത്. തലസ്ഥാനത്ത് നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിച്ചതിനെതിരെ ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ്. വാഷിംഗ്ടൺ DC ആണ് കേസ് ഫയൽ ചെയ്തത്. വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ പിറ്റേന്ന് തന്നെ യുക്രൈനിലേക്ക് സൈന്യത്തെ വിന്യസിക്കുമെന്ന് ഇമ്മാനുവൽ മാക്രോൺ. 26 പാശ്ചാത്യ സഖ്യകക്ഷികൾ കര, കടൽ, വ്യോമമാർഗം സൈന്യത്തെ വിന്യസിക്കാൻ ഔദ്യോഗികമായി പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇമ്മാനുവൽ മാക്രോൺ. കനത്ത മഴയെ തുടർന്ന് ജമ്മുകശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഇന്നുണ്ടായ തുടർച്ചയായ മഴയിൽ യമുനയിലെ ജലനിരപ്പ് ഉയർന്നത് ഡൽഹിയെ സാരമായി ബാധിച്ചു. കാനഡയിൽ കത്തിക്കുത്തിൽ 2 പേർ മരിച്ചു. അക്രമിയും ഒരു പൗരനുമാണ് കൊല്ലപ്പെട്ടത്. 6 പേർക്ക് പരിക്കേറ്റു. 100 ന്യൂസ് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.